ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ്. അതിനെ ഞങ്ങൾ ചൂസ് ചെയ്തത് മലേഷ്യ ആയിരുന്നു. ഒരു ട്രാവൽ ഏജൻസിയുടെ ടൂർ പാക്കേജാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. കൊച്ചിയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. അതിന് വേണ്ടിയുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും അവർ നേരത്തെ തന്നെ ഞങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തന്നിരുന്നു. ഫ്ലൈറ്റ് ടിക്കറ്റ്, മലേഷ്യൻ പാസ്, അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ അവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അവർ ഞാൻ ഇതിനടിയിൽ മെൻഷൻ ചെയ്യാം. പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കൊച്ചിയിൽ എയർപോർട്ടിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു, കൊച്ചി ടു കോലാലംപൂർ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലേഷ്യയുടെ തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്ലൈറ്റായ എയർ ഏഷ്യയാണ് നമ്മൾ പോകുന്നത്. പോയിക്കൊണ്ടിരിക്കുകയാണ്, ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ടൂർ പാക്കേജ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ ഒരു 5-6 ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് പേരൊക്കെ ഞങ്ങൾ നേരത്തെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ എയർപോർട്ടിൽ വെച്ച് കണ്ടു. അപ്പോൾ എല്ലാവരും കൂടി ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആമി വളരെ എക്സൈറ്റഡ് ആണ്. അവളെ മുന്നിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കയറാൻ വേണ്ടിയിട്ട്. ഫ്ലൈറ്റിനുള്ളിൽ കയറി. അപ്പോൾ പുറത്തെല്ലാ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫൈനലി ഞങ്ങളങ്ങനെ മലേഷ്യയിലെത്തി. ഞങ്ങളുടെ ഫ്ലൈറ്റ് കോലാലംപൂർ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. കൊച്ചി എയർപോർട്ടിൽ നിന്ന് നമുക്ക് കാണുന്ന അതേ ഒരു കാഴ്ചകളാണ്, അതേ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഫുള്ള് പച്ചപ്പും അങ്ങനെയൊക്കെയാണ് കാണാനുള്ള, തെങ്ങുംതോപ്പും മരങ്ങളും, അങ്ങനെ അതേ ഒരു സെയിം ഫീൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴും കാണുന്നത്. ഞങ്ങളതെല്ലാം കണ്ട് ഇത് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ജേണിയായിരുന്നു. അത്യാവശ്യം നല്ല വലിയൊരു എയർപോർട്ട് തന്നെയാണിത്. അത് എയർ ഏഷ്യയ്ക്ക് മാത്രമായിട്ട് ഒരു എയർപോർട്ട് തന്നെയുണ്ട് ഇവിടെ, സെപ്പറേറ്റ് ആയിട്ട്. അത്യാവശ്യം നല്ല വലിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എയർപോർട്ടാണിത്. അപ്പോൾ ഞങ്ങൾ അതിന് ഇമിഗ്രേഷന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത കാഴ്ചകളെല്ലാം നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം.